നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ആമ്പല്ലൂരിൽ ദേശീയപാത സ്തംഭിച്ച് ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കായിരുന്നു രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. ശക്തമായ മഴയും സർവീസ് റോഡിലെ കുഴികളുമാണ് വില്ലനായത്. സർവീസ് റോഡിൽ മണ്ണിട്ട് നികത്തി റോളർ ഓടിച്ചതിന് പിന്നാലെ കുഴികൾ രൂപപ്പെടുകയായിരുന്നു. സർവീസ് റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്ത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഹൈക്കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും കുഴികളും പരിഹരിക്കാനാകാത്തത് NHAIയുടെ വലിയ വീഴ്ചയാണ്. താൽക്കാലിക പരിഹാരം മാത്രമാണ് ഓരോ തവണയും അതോറിറ്റി നടത്തുന്നത്. കാർ തടഞ്ഞു നിർത്തി കോടാലി സ്വദേശിയെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. ചെമ്പുച്ചിറ സ്വദേശി തറയിൽ വീട്ടിലെ 27 വയസ്സുള്ള അഭിനന്ദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കേസ് രജിസ്റ്റർ ചെയ്തു. ജൂലൈ 23-ന് കോടാലി ആശുപത്രിക്ക് മുൻവശം വെച്ച കോടാലി മാങ്കുറ്റിപ്പാടം സ്വദേശി ഇരിങ്ങാംപള്ളി വീട്ടിൽ ബിജുവിന്റെ സുഹൃത്തിന്റെ ദേഹത്ത് പ്രതിയുടെ സഹോദരന്റെ ബൈക്ക് ഇടിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിയുടെ സഹോദരനും പരാതിക്കാരനും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നുള്ള വൈരാഗ്യത്തിൽ പരാതിക്കാരന്റെ കാർ തടഞ്ഞു നിർത്തി പരാതിക്കാരനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: മാങ്കുറ്റിപ്പാടത്ത് വെച്ച് പരാതിക്കാരനും സുഹൃത്തായ വിപിൻ കുമാറും ചേർന്ന വിപിൻ കുമാറിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയം വലിയ തോടിന് സമീപം വെച്ച് അഭിനന്ദിന്റെ അനുജൻ ആഷിഖും സുഹൃത്തുക്കളും വന്ന ബൈക്കിന്റെ ഹാൻഡിൽ വിപിൻ കുമാറിന്റെ ഷോൾഡറിൽ തട്ടിയതിനെ തുടർന്ന് വിപിൻ കുമാറും പരാതിക്കാരനും കാനയിലേക്ക് വീഴുകയും ബൈക്ക് നിർത്താതെ പോവുകയും ചെയ്തു. വിപിൻ കുമാറിന്റെ ഷോൾഡറിൽ വേദനയുള്ളതിനാൽ പരാതിക്കാരൻ വിപിൻ കുമാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം കോടാലി കപ്പേളയ്ക്ക് സമീപം വെച്ച ബൈക്കിൽ വന്ന ആഷിഖിനെയും സുഹൃത്തുക്കളെയും കാണുകയും പരാതിക്കാരനും വിപിൻ കുമാറും അവരുമായി തർക്കത്തിലേർപ്പെടുകയും ഉന്തും തള്ളുമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് കോടാലി ആശുപത്രിയിലേക്ക് പരാതിക്കാരനും വിപിൻദാസും ഡോക്ടറെ കാണാനായി വന്നിരുന്നു. അതിനു പിന്നാലെ ഇവരുമായി ഉന്തും തള്ളുമുണ്ടായവർ സ്റ്റേഷൻ റൌഡിയായ അഭിനന്ദുമായി വന്ന ഡോക്ടറോട് അഭിനന്ദ് തങ്ങളെ ആദ്യം ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പരാതിക്കാരനും വിപിൻദാസും ഡോക്ടറെ കണ്ട ശേഷം മടങ്ങുമ്പോഴാണ് അഭിനന്ദ് പരാതിക്കാരനായ ബിജുവിനെ ആക്രമിച്ചത്. മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഡോക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അഭിനന്ദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഭിനന്ദ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും വെള്ളിക്കുളങ്ങര, കൊടകര, ചാലക്കുടി, ചേർപ്പ്, ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും 2 തട്ടിപ്പ് കേസിലും 5 അടിപിടി കേസിലും മയക്കുമരുന്ന് കടുത്ത കേസിലും അടക്കം 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൂടാതെ 2024 കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയിട്ടുള്ള ആളുമാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K. കൃഷ്ണൻ, ഡ്രൈവർ GS, CPO വിബീഷ്, CPO സുരേഷ്, ഹോംഗാർഡ് ഷാജി എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്. അളഗപ്പ നഗറിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. അളഗപ്പ നഗർ വെള്ളയത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണു നാരായണനാണ് 9.16 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. എരിപ്പോട് ശക്തി ഓട്ട് കമ്പനിക്ക് സമീപം സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായാണ് ഇയാൾ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നതെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് വിഷ്ണുവിനെതിരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർ N. പ്രദീപ്, പ്രൊബേഷൻ SI വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെയും ജീവിത പങ്കാളിയെയും ആക്രമിച്ച കേസിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. ആളൂർ കല്ലേറ്റുംകര പൂപ്പച്ചിറ സ്വദേശി പതിയാരത്തപ്പറമ്പിൽ വീട്ടിൽ ആന സജി എന്നറിയപ്പെടുന്ന 42 വയസ്സുള്ള സജിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
ജൂലൈ 5-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. എറണാകുളം സ്വദേശിയായ യുവാവും ട്രാൻസ്ജെൻഡറായ ജീവിത പങ്കാളിയും ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്നതിനുള്ള വൈരാഗ്യത്തിൽ ആളൂരിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെയും ജീവിത പങ്കാളിയെയും അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവശേഷം ഇയാൾ ഒളിവിലായിരുന്നു. സജി സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും ആളൂർ, കൊടകര, വിയ്യൂർ പോലീസ് സ്റ്റേഷനുകളിലായി കവർച്ച, അടിപിടി, മയക്കുമരുന്ന് കച്ചവടം, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സബ് ഇൻസ്പെക്ടർമാരായ KP ജോർജ, പ്രസന്നകുമാർ, ജിഷ്ണു, CPOമാരായ ആഷിഖ്, മന്നാസ്, സുജീഷ് മോൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ദേശീയപാതയിൽ പോട്ടയിൽ നിർത്തിയിട്ടിരുന്ന തടിലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. പേരാമ്പ്ര സ്വദേശി 37 വയസ്സുള്ള കീർത്തി C രാജാണ് മരിച്ചത്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡീപ് പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KT സീന, MS ആതിര, പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, PTA എക്സിക്യൂട്ടീവ് അംഗം അശ്വതി ഷൈജു, MPTA പ്രസിഡന്റ് ജീവ ബേബി, സ്റ്റാഫ് സെക്രട്ടറി MK അമൃതപ്രിയ, പ്രീ പ്രൈമറി സീനിയർ അധ്യാപിക ജോളി ജോൺ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9110 രൂപയും പവന് 72,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.